നീ അറിയില്ല നീയാ അത് കുഴപ്പമില്ല. ഇൻസ്റ്റന്റ് ഫേവറേറ്റ് റെഡിയല്ലേ? ഹലോ, അപ്പോൾ നമ്മൾ ഫിൻടെക് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്നൊരു ഞങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്മെക്കുന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നിഖിലിനോട് ചോദിക്കാം. നിഖിലിൻ്റെ ഈ ഒരു 6 month ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഈ 6 മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫാമിലി വരെയായിരുന്നു. ഞങ്ങൾക്കൊരു ക്ലാസ് എന്നുള്ളൊരു ഫീൽ തോന്നിയിട്ടില്ല. എല്ലാത്തിനും നല്ല രസമായിട്ട് തന്നെ മിസ്സുമാരായാലും സാറുമാരായാലും ഒക്കെ നമുക്കൊരു നല്ല സപ്പോർട്ട് ചെയ്ത് മൊത്തത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എപ്പോഴെങ്കിലും അവർക്ക് വിളിച്ചു ചോദിക്കാം. അപ്പോൾ രാത്രിയായാലും പകലായാലും ഇന്ന സമയമൊന്നുമില്ല, എല്ലാത്തിനും നല്ല സപ്പോർട്ടീവ് ആയിട്ട് അവർ നല്ല ഇതായിരുന്നു. സ്മെക്കാണോ കോളേജ് ലൈഫാണോ, ഏതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്? അങ്ങനെ പറയുകയാണെങ്കിൽ സ്മെക്ക് തന്നെയാണ്. എന്നുവെച്ചാൽ കോളേജിൽ കിട്ടാത്ത പല ആക്ടിവിറ്റീസുകൾ നമുക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ കോളേജിൽ നിന്ന് പറഞ്ഞു തരാത്ത കുറേ കാര്യങ്ങൾ, അതായത് ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമുക്ക് പ്ലേസ്മെൻറ്റും എല്ലാം അവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ സ്മെക്കെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്മെക്കിലത്തെ വൈബ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? സ്മെക്ക് എന്ന് വെച്ചാൽ എല്ലാവരും നല്ല അടിപൊളിയാണ്. മിസ്സായാലും നമ്മൾ ഫാക്കൽറ്റീസ് എന്ന് തോന്നൂല, നമ്മളെ ഏതാ ഫ്രണ്ട്സിൻ്റെ ഒരു ലെവലിലേക്ക് മിസ്സുമാർ നമ്മളായിട്ട് ബിഹേവ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും കുറച്ചും കൂടി ബെറ്ററാണ് ഇവിടെ. മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. ഇപ്പോൾ സ്മെക്ക് വന്നപ്പോൾ ആണ് കറക്റ്റ് ജേർണൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈസി ആയിട്ട് പറഞ്ഞത് സ്മെക്ക് വന്നതിന് ശേഷം. ഈവൻസിനൊക്കെ പറ്റി ഈവൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ? ഓണം, ക്രിസ്മസ്, ഹാലോവീൻ. നമ്മൾ കോളേജിൽ കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കില്ല ഇങ്ങനൊരു സ്ഥലത്ത് ഇത്ര നല്ല ഇവൻറ്റ്സ് ഉണ്ടാവോ, അല്ലെങ്കിൽ ഇങ്ങനെ പിള്ളേരൊക്കെ അത്യാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ, എല്ലാം ഇത്ര നല്ല പരിപാടികൾ ഇവിടെ ഇങ്ങനെ വെക്കുമെന്ന് സത്യമായിട്ട് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ നല്ല അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. ഇവൻറ്റ്സ് വഴി കുറേ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ എല്ലാവരുമായിട്ട് നല്ല കുറേ ബന്ധങ്ങളും കിട്ടി. അതുവഴി മൊത്തത്തിൽ പരിപാടികളൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ സ്മെക്കിൽ വന്ന് കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് മെമ്മറി ഏതാണ്? ഞങ്ങളിപ്പോൾ അടുത്തായിട്ട് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് വണ്ടർലേ പോയായിരുന്നു. അത് നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറച്ചും കൂടി ബോണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഒരു ഫാമിലി പോലെ മാറി. അപ്പോൾ ഈ 6 മാസം കൊണ്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒരു ബോണ്ട് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. എന്നുവെച്ചാൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവർ ഞങ്ങളുടെ അടുത്ത് മിണ്ടാതെ തന്നെ ഭയങ്കര ഇതായിരുന്നു. ആരും പരിചയമില്ലല്ലോ. എനിക്ക് ഇവിടെ വന്നിട്ടാണ് ഏറ്റവും ഒരു മെമ്മറബിൾ ആയിട്ടൊരു ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലൊന്നും കേക്കൊന്നും എൻ്റെ ബർത്ത്ഡേക്ക് ഇതുവരെ കേക്കൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും കൂടി പിള്ളേരൊക്കെ പാടി പ്ലാൻ ചെയ്ത് കേക്കൊക്കെ കുറിച്ച് അങ്ങനെ ഒരു നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരുന്നു. സ്മെക്കിലൊരു ഫേവറേറ്റ് ഫാക്കൽറ്റി ആരാണ്? ഫാക്കൽറ്റി എന്ന് പറയാനായിട്ടില്ല, എല്ലാവരും ഫേവറേറ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ പ്രൈസൻ സാറായാലും എനിക്ക് കോളേജിൽ വെച്ച് അധികം ബേസിക് നോളജ് ഉണ്ടായിരുന്നു, എന്നാലും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. സാറ് വന്നേ പിന്നെയാണ് കുറേ കാര്യങ്ങൾ കിട്ടി തുടങ്ങി. എനിക്ക് ബേസ് സെറ്റായി. അതേപോലെ തന്നെ ഷാനിയ സാറ്, എനിക്ക് ബാക്കിയുള്ളവരെ മുമ്പിൽ ചെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അത് സാറ് വഴി എനിക്ക് കിട്ടി. ഞാനൊരു സാറിന് ഒരു ഗിഫ്റ്റും കൊടുത്തായിരുന്നു, ഞാൻ വരച്ചു കൊടുത്തായിരുന്നു. അതന്നെ എനിക്കൊരു രണ്ടുപേരും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ, എന്നാലും കുറച്ചും കൂടി ഇതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഖിലാമിസിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ അഖിലാമിസ് നമുക്കൊരു ഫാക്കൽറ്റി ആയിട്ട് തോന്നില്ല, നമ്മളിൽ ഒരാൾ മാതിരി. എനിക്ക് ലൈക്ക് ഒരു അമ്മേനെയൊക്കെ മാതിരിയാണ് ആ ഒരു ഫീലാണ്. അപ്പം ഞാനൊരു ചെറിയ ഡൗൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ വന്നിട്ട് അവനെന്താ പ്രശ്നം അങ്ങനെ നമ്മൾ ചോദിച്ച് എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ച് ഇതാക്കും. പിന്നെന്ന് പറയുമ്പോൾ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ഇപ്പോൾ ലാബ് ചെയ്യണമെങ്കിൽ ലാബ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ 9 to 11 ക്ലാസ്, പക്ഷെ അത് കഴിഞ്ഞിട്ടായാലും ഇപ്പോൾ 5 മണി വരെ മിസ്സുകാരും അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എപ്പോൾ ചെന്ന് ചോദിച്ചാലും മിസ്സ് ഫ്രീ ആണെങ്കിൽ അപ്പോൾ നമുക്ക് പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ. ഇനി പറഞ്ഞാൽ ഷാനിയ സാറ്, പുള്ളി ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് അവിടെ ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ഇത് കിട്ടി. പിന്നെ എങ്ങനെ ഒരു സ്ഥലത്ത് കയറിക്കുമ്പോൾ പബ്ലിക്കായിട്ട് എങ്ങനെ സ്പീക്ക് ചെയ്യണം, അങ്ങനെ കുറേ നോളജൊക്കെ കിട്ടി. എൻ്റെ ഫേവറേറ്റ് പ്രൈസൻ സാറാണ്. ബേസ് സെറ്റാക്കി തന്നത് പ്രൈസൻ സാറാ. പിന്നെ സാറ് ഭയങ്കര കമ്പനിയാണ്, എന്ന് വെച്ചാൽ നമ്മളുടെ ആ സെയിം വേവ് ലെങ്ത്താണ് സാറ്. അല്ല, എൻ്റെ ഫേവറേറ്റ് അഖിലാമിസും ഫ്രീസൻ സാർ, ഇതുപോലെ തന്നെ ഷാനിയ സാറും ആണ്. ഇവർ 3 പേരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. കാരണം 3 പേരുടെ അടുത്ത് നിന്നും 3 ടൈപ്പ് എക്സ്പീരിയൻസാണ് എനിക്ക്. ഇപ്പോൾ അഖിലാമിസ് ആണെങ്കിൽ നമുക്കൊരു അമ്മേനെ പോലത്തെ ഒരു ഫീലിംഗ് ആണ് എപ്പോഴും.
പ്രേസൻ സാറാണെങ്കിൽ നമുക്ക് ഡൗട്ട് എന്തെങ്കിലും അക്കൗണ്ടൻസി ആയാലും എന്ത് കാര്യത്തിനെ പറ്റി സാറിനോട് ചോദിച്ചാലും സാറിനൊരു അഭിപ്രായമാണ്, നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നല്ല അഡ്വൈസ് തരും. ഷാനിയ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സത്യം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് അല്ലെങ്കിൽ ആൾക്കാരോട് സ്പീക്ക് ചെയ്യണ രീതി അല്ലെങ്കിൽ നമുക്കൊരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും സാറിൻ്റെ ക്ലാസ് ഭയങ്കര എഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എല്ലാവരും സ്മെക്കിലേക്ക് എങ്ങനെ എത്തിയത്? സ്മെക്കിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു? സ്മെക്കിലേക്ക് എത്തിയെന്ന് പറയാനായിട്ട് എന്താ, ഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കോഴ്സ് നോക്കിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വഴിയായിട്ടാണ് സ്മെക്കിലേക്ക് എത്തണം തന്നെ. ആദ്യമൊന്നും എന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു സ്മെക്കിനെ കുറിച്ച്, ഞാൻ അന്വേഷിച്ചില്ല. ഫ്രണ്ട് അന്വേഷിച്ചത്, അങ്ങനെ എന്താ എറണാകുളമാണ്, ഹോസ്റ്റലിൽ നിൽക്കാം, ആ ഒരു ഇതിലാണ് ഞാൻ സ്മെക്കിലേക്ക് വന്നത് തന്നെ. അങ്ങനെ വന്നതിന് ശേഷമാണ് പിന്നെ എല്ലാവരെയും ഫാക്കൽറ്റീസ് ആയാലും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യണത്. ഇപ്പം അഖില മിസ് ആയാലും നമുക്ക് കൂടുതൽ നേരം ലാബ് ചെയ്യാനായിട്ട് നമ്മളെ സമ്മതിക്കും. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവരോടത്തും ചോദിക്കാം. അഞ്ചു മിസ് ആയാലും അഖില മിസ് ആയാലും അനു മിസ് ആയാലും എല്ലാവരും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ പ്ലേസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. നെയ്ഷാന പറഞ്ഞ പോലെ തന്നെ അവളുടെ ഒപ്പം ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഇങ്ങോട്ട് വന്നത്, സ്മെക്കിക്ക് വന്നത്. ഇവിടെ വരുമ്പോൾ പ്ലേസ്മെൻറ്റ് സാധാ നോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ പോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഒന്നും വിശ്വസിച്ചല്ല ഇങ്ങോട്ട് വന്നത്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് വിശ്വാസമായി. എല്ലാ മിസ്സുമാരെയും കണ്ടപ്പോഴും അവർ ക്ലാസ് എടുക്കണം കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉറപ്പാണ്. സ്മെക്കിനെ കുറിച്ച് അറിഞ്ഞു വെച്ചാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കുറച്ചാൾ വെറുതെ ഇരിക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോഴാണ് ഈ വീട്ടുകാർ നിർബന്ധിച്ച് എന്തെങ്കിലും പഠിക്കാൻ പോകണം. അങ്ങനെ വന്നപ്പോഴാണ് സ്മെക്കിന് തന്നെ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഞാൻ വലിയ മൈൻഡ് ആക്കിയില്ല. പിന്നെ കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത് നല്ലൊരു സ്മെക്കാന്ന് തോന്നി. ഇവിടെ ഒന്ന് ചോദിച്ചു. അപ്പോൾ മിസ്സുമാരെ കണ്ട് സംസാരിച്ചപ്പോഴാണ് കുറച്ചുകൂടി ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ കയറാം എന്നുള്ളൊരു ഇത്. എനിക്ക് ഈ സ്മെക്കിനെ കുറിച്ച് അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വഴിയാണ്. കാരണം ഇവൻ അന്ന് ചുമ്മാ ഒന്ന് ഇരുന്നപ്പോൾ വിളിച്ചുടാ, ഇങ്ങനെ എറണാകുളത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ചുമ്മാ പോകുന്നുണ്ട്, അപ്പോൾ നീയും കൂടി വരാൻ പറഞ്ഞു, കൂട്ടുവരാൻ പറഞ്ഞാണ്. അപ്പോൾ കൂട്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ എന്നാൽ പിന്നെ എന്തായാലും ആട്ടെ, വീട്ടിൽ വെറുതെ ഇരിക്കാറുള്ളൂ, അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോയി ഒന്ന് ഇവിടെ സംസാരിച്ചപ്പോൾ കൊള്ളാം, അടിപൊളി, അവർ നല്ലതായിട്ട് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ചേരാം, എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, കുറച്ചാൾ എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ നമ്മുടെ ഭാവി ഫ്യൂച്ചറിന്. അങ്ങനെ വന്ന് ചേർന്നു. പിന്നെ ഇവിടെ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരു 5-8 പേർക്ക് തന്നെ മിനിമം പ്ലേസ്ഡ് ആയിട്ടുണ്ടോ. അപ്പോൾ അവൾ എൻ്റെ ക്ലാസ്സിലാണ് നിഷാന. അപ്പോൾ അവൾക്ക് തന്നെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇന്ന് കണ്ട വിളിച്ചതെന്ന് തോന്നുന്നു പ്ലേസ്മെൻറ്റ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ ഇപ്പം എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും എൻ്റെ ഒപ്പം പഠിച്ചവർ തന്നെ പ്ലേസ്ഡ് ആയിരുന്നു. അപ്പോൾ സ്മെക്കിലി ഒരു ജേർണിയിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാം തീരാൻ പോണ്, ഇനി ക്ലാസ്സിലോട്ട് വരണ്ട, ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതിലൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. എന്നാലും സ്മെക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ മെമ്മറി തന്നെയാണ്.